ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്പൈക്സ് ഫാമിലി സീസൺ 1 എപ്പിസോഡ് 2 ആണ്. ഫസ്റ്റ് എപ്പിസോഡിന് വളരെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 3K സബ്സ്ക്രൈബേഴ്സ് പാസ് ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് 3K സബ്സ്ക്രൈബേഴ്സ് ആയി കാണും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. ഇതുപോലെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുറന്നു ശ്രമിക്കുക. അതുപോലെ സ്പൈക്സ് ഫാമിലിയുടെ മലയാളം എക്സ്പ്ലനേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആനിയുടെ അടുത്ത ഫോമിന് വേണ്ടി ഒരു അമ്മേന്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ വയലറ്റ് അവന്റെ ഫ്രണ്ടിനെ ഒരു പെണ്ണിനെ പോലെ വേഷം കെടുത്തി നിർത്തിയിരിക്കുകയാണ് അവിടെ. ഇത് നടപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വയലറ്റ് അവരോട് പറയണം. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറയണം, നീ നന്നായിട്ട് വേഷം ഇടുമല്ലോടാ, എന്നിട്ട് അതുപോലെ എനിക്കും ചെയ്തു തന്നൂടെ, അത് വേണ്ടടുത്ത് ഉപയോഗിച്ചാൽ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ എന്ന് പറഞ്ഞ് വയലറ്റ് ഒരു സോഫയിൽ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് അവ ആലോചിക്കുകയാണ്, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഇനി എന്ത് ചെയ്യും. ഈ ജോലിയുടെ പേരെന്താന്ന് വെച്ചാൽ കോഡ് സ്ട്രൈക്ക് എന്നാണ്. കോഡ് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ആനിയനെ എയ്ഡൻ കോളേജിൽ ചേർക്കണം. എയ്ഡൻ കോളേജിൽ ചേർക്കണമെങ്കിൽ ഒരു അമ്മേനെ ആവശ്യമുണ്ട്. ഇനി അമ്മേനെ എവിടെ പോയി തപ്പും എന്ന് വയലറ്റ് അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഇവരുടെ സിറ്റി തന്നെ വേറൊരു സ്ഥലം കാണിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് കുറെ പെൺകുട്ടികൾ ഡബിൾ മീനിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ഇവള് മാത്രം എന്താ വളരെ സൈലന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന വേറൊരു പെൺകുട്ടിയെ അവിടെ ഇരിക്കുന്ന എല്ലാ പെൺകുട്ടികളും ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുകയാണ്. പക്ഷെ അവക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴെങ്കിൽ ആ ഒരു പെൺകുട്ടീനോട് എല്ലാവരും ചോദിക്കുകയാണ്, നിനക്ക് 27 വയസ്സായില്ലേ, നീ ഇതൊരു കമ്മിറ്റഡ് ആയില്ലേ? അപ്പോൾ പെൺകുട്ടി പറയാൻ ഇതൊരു കമ്മിറ്റഡ് ആയിട്ടില്ല. എടി കഴിഞ്ഞ ആഴ്ച തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ഒരു പെൺകുട്ടീനെ കുറെ പേര് ചേർന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്താന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടി ഇതുവരെ മാരേജ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട്സും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ആ പെൺകുട്ടി ഒരു സ്പൈ ആണോ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അവളുടെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നീ ഒരുത്തരെ കണ്ടുപിടിച്ച് കമ്മിറ്റഡ് ആവാൻ നോക്ക്. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു പാർട്ടി ഉണ്ട്, പറ്റുമെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടും കൊണ്ട് വരാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടികൾ അവിടുന്ന് പോവുകയാണ്. ഈ ഒരു പെൺകുട്ടിയുടെ പേരാണ് യൂർ. അവിടുന്ന് കട്ട് ചെയ്ത് അവളെ ഫ്രണ്ട്സ് വിളിച്ച പാർട്ടിക്ക് പോകാൻ വേണ്ടി യൂർ റെഡി ആവുകയാണ്. അപ്പോൾ അവളുടെ സഹോദരൻ കോൾ വിളിക്കുകയാണ്, യൂർ നിനക്ക് 27 വയസ്സായി, എന്നിട്ട് നിനക്ക് ഇതുവരെ ഒരു ബോയ് ഫ്രണ്ട് പോലുമില്ല. അപ്പോൾ ആണെങ്കിൽ യൂർ അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഇവനും ഈ ടോപ്പിക് സംസാരിക്കാൻ തുടങ്ങിയോ? എടാ അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഇന്നൊരു പാർട്ടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അവളുടെ സഹോദരൻ അവളോട് ചോദിക്കുകയാണ്, നീ കമ്മിറ്റഡ് ആയോ? നീ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ നീ പറഞ്ഞ പാർട്ടിയിൽ വരുന്നുണ്ടോ ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പം എനിക്ക് ഇന്നത്തോട് അറിയാമല്ലോ നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ശരി എന്നും പറഞ്ഞിട്ട് അവളെ സഹോദരൻ കോൾ കട്ട് ചെയ്യുകയാണ്. അപ്പോഴാണെങ്കിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് ആലോചിക്കുകയാണ്, അയ്യോ ഇനി പെട്ടെന്ന് എവിടെ നിന്ന് ഞാൻ ബോയ് ഫ്രണ്ട് കണ്ടെത്തും. അപ്പോഴാണെങ്കിൽ അവിടെ വേറൊരു കോൾ കൊണ്ട് വരികയാണ്. അപ്പോൾ യൂറാണെങ്കിൽ ആ കോൾ പെട്ടെന്ന് എടുത്ത ശേഷം പറയണം, എടാ ഇതുവരെ കമ്മിറ്റഡ് ആയിട്ടില്ല, ഞാൻ സിംഗിൾ ആണ് ഇപ്പോഴും. അപ്പോഴാണെങ്കിൽ ആ എതിരെയുള്ള ആൾ പറയുകയാണ്, എന്ത് നീ നിന്റെ സഹോദരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്തായാലും കുഴപ്പമില്ല പ്രിൻസസ്, നിങ്ങൾക്ക് പുതിയ ഡ്യൂട്ടി വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പ്രിൻസസ് ഒരു ഹോട്ടലിൽ കയറണം. ആ ഒരു ഹോട്ടൽ ഒരു VIP ഹോട്ടലാണ്. ഓക്കെ എന്നും പറഞ്ഞിട്ട് അവൾ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവൾ റെഡി ആയതിനു ശേഷം ആ ഒരു ഹോട്ടലിൽ പോവുകയാണ്. അപ്പോൾ ഹോട്ടലിലത്തെ ഗാർഡ്സ് ആണെങ്കിൽ ചോദിക്കുകയാണ്, പെണ്ണുങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ട് അവർ കൺഫേം ചെയ്യാൻ വേണ്ടി അവരെ ബോസിനെ വിളിക്കുകയാണ്. അയാൾ കോൾ ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്തതും യൂർ അയാളെ കൊല്ലുകയാണ്. ഇത് കണ്ട ഒരാളാണെങ്കിൽ അകത്തിരിക്കുന്ന ആളത്ത് പറയാൻ വേണ്ടി ഓടിപ്പോയതും അയാളെയും കൊല്ലാണ് യൂർ. ഹലോ ജെന്റിൽമാൻ, ഞാൻ ഇവിടെ വന്നത് ഒരു ചെറിയൊരു ജോലി ചെയ്യാനാണ്. ആ ജോലി ചെയ്തതിനു ശേഷം അവിടെ നിന്ന് പോകുന്നതായിരിക്കും എന്നും പണ്ട് യൂർ അവിടെ ഇരിക്കുന്ന എല്ലാവരും കൊല്ലുകയാണ്. യൂർ ഇപ്പോൾ കൊന്നത് ആ ഒരു സിറ്റിയിലത്തെ പ്രസിഡന്റിനെയാണ്. ശരിക്കും യൂർ ആരാണ്? യൂറിന്റെ കോഡ് നെയിം എന്താന്ന് വെച്ചാൽ ത്രോൺ പ്രിൻസസ് എന്നാണ്. യൂർ ഒരു സീരിയസ് അസാസിൻ ആണ്. അസാസിൻസ് എന്താന്ന് വെച്ചാൽ ജോൺ വിക്കിനെ പോലെ ഒരു കൊല്ലുന്ന ഒരാളാണ്. അതിന് യൂർ അവളെ കയ്യിൽ പറ്റിയ ചോരക്കറകളൊക്കെ കഴുകിക്കൊണ്ട് അവൾ ആലോചിക്കുകയാണ്, ആകെ കൂടെ ഉണ്ടായിരുന്ന നല്ല ഡ്രസ്സായിരുന്നു, അങ്ങനെ ഇതും പോയി കിട്ടി. ഈ ഡ്രസ്സും ഇട്ടുകൊണ്ട് പാർട്ടി പോകാന്നായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഡ്രസ്സ് മൊത്തം ചീത്തയായി പോയില്ലേ. അതുപോലെ തന്നെ അവിടെ പോവാതിരിക്കുകയാണെങ്കിൽ എല്ലാവരും എന്നെ പറ്റി സംശയിക്കും, അസാസിൻ ആണോ വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ പോയാലേ പറ്റുള്ളൂ. അവിടെ നിന്ന് കട്ട് ചെയ്ത് വയലറ്റിന്റെ വീട് കാണിക്കണം. അപ്പോൾ വയലറ്റിന്റെ വീട്ടിലാണെങ്കിൽ വയലറ്റ് ഫ്രണ്ട് കുറെ പേപ്പർ കൊണ്ട് വെക്കുകയാണ്. ആ പേപ്പറിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സിറ്റിയിൽ ഇതുവരെ കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ ആണ് ആ ഒരു പേപ്പേഴ്സിലുള്ളത്. നിനക്ക് എന്തായാലും 2 ദിവസം കൊണ്ട് ഒരുത്തിയുടെയും കല്യാണം കഴിക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ അതൊരു മിറാക്കിളാണ് എന്ന് അവന്റെ ഫ്രണ്ട് പറയുകയാണ്. അപ്പോൾ വയലറ്റ് അവനോട് പറയുകയാണ്, വലിയൊരു VIP പെണ്ണ് നോക്കി തന്നെ എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ ചേർക്കാൻ പോകുന്ന ഒരു വലിയൊരു VIP സ്കൂളാണ്. അപ്പോഴാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട് അവനോട് പറയുകയാണ്, നീ അവളെ ചേർക്കാൻ പോകുന്നൊക്കെ ഒരു VIP സ്കൂൾ തന്നെയാണ്, നീ നോക്കുന്നത് ഒരു VIP പെണ്ണ് തന്നെയാണ്, പക്ഷെ നീ അവളെ നോക്ക്, അവളൊരു VIP പോലെ തോന്നുന്നുണ്ടോ? അപ്പോഴാണെങ്കിൽ വയലറ്റ് പറയുകയാണ്, അതെ അത് ശരിയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആനി എന്നെ ലുക്ക് മാറ്റാൻ വേണ്ടി ഒരു തുണിക്കടയിൽ പോയിരിക്കുകയാണ് പുതിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. അയ്യോ അച്ഛ എന്നെ തട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴാണെങ്കിൽ വയലറ്റ് പറയണം, പേടിക്കണ്ട, നിന്റെ അളവെടുക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ ഒരു പെൺകുട്ടി എവിടെ നിന്ന് ഞാൻ കണ്ടെത്തും, അതുപോലെ ഞാൻ അവൾ എങ്ങനെ കല്യാണം കഴിക്കുമെന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ കടയിൽ യൂർ വരുന്ന. യൂർ അവൾ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഇത് ഹീറോ കാണുകയാണ്. കടയ്ക്കകത്ത് വന്നപ്പം ഞാൻ എന്തുകൊണ്ട് ഇവളെ ശ്രദ്ധിച്ചില്ല, അല്ല ഇവൾ ആരാണ് എന്നും പറഞ്ഞിട്ട് അവനവന്റെ മൈൻഡ് മൊത്തം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാണ്. അപ്പോഴാണ് അവളെ പറ്റിയ ഡീറ്റെയിൽസ് അവന്റെ മൈൻഡിൽ വരുന്നത്. ഇവളുടെ പേര് യൂർ ബ്രയർ, ഇവക്ക് ഏജ് 27, മാരേജ് സ്റ്റാറ്റസ് നിൽ, അവൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോഴാണെങ്കിൽ അവനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് തന്നെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്, അതുകൊണ്ടാണ് തന്നെ ഞാൻ നോക്കിയത് എന്ന് വയലറ്റ് അവളോട് പറയാണ്. ഇത് കേട്ട് അവൾ നെട്ടുകയാണ്, എന്ത് ഞാൻ എന്നെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടോ? അപ്പോഴാണ് യൂറിന്റെ ഫ്രണ്ട്സ്
പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നത്. എടീ, നിനക്ക് നല്ല ലുക്കൊക്കെ ഉണ്ട്, എന്നിട്ടും നിനക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ. നിന്റെ സ്റ്റാൻഡിനെ പറ്റി ഒരുത്തരം നോക്കി പെട്ടെന്ന് കല്യാണം കഴിച്ചോ, ഇല്ലെങ്കിൽ നിന്നെ സ്പൈ എന്ന് പറഞ്ഞ് എല്ലാവരും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരികയാണ്. പെട്ടെന്ന് തന്നെ ഇയാളൊരു ഡേറ്റിങ്ങിന് വിളിച്ചാലോ, ഒന്നും ആലോചിക്കേണ്ട, ഒറ്റ മൈൻഡ് എന്നും പറഞ്ഞ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആനിയാണ് അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്ത്, ഇയാൾക്ക് മോളുണ്ടോ? ഒരു കുട്ടിയുള്ള ഒരാളെ ഡേറ്റിങ്ങിന് വിളിക്കുകയാണെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും വിചാരിക്കും, ഒരു അസാസിനായി എനിക്ക് ഒരുത്തനും കിട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം ടെലിപ്പത്തിക്കലി ആനിയെ കേൾക്കുകയാണ്. എന്ത്, സ്പൈ ആയിട്ടുള്ള അച്ഛനും അസാസിനായിട്ടുള്ള അമ്മയും, ഓ ഫാമിലി വളരെ കിടിലമായിരിക്കും എന്ന് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെനിക്ക് വയലറ്റ് അവന്റെ മനസ്സിലാലോചിക്കുകയാണ്, ഇവളെ ആനിയെ അമ്മയാക്കിയാലോ. അപ്പോഴെനിക്ക് യൂറ് അവളെ മനസ്സിലാലോചിക്കുകയാണ്, ഇവന് ഒരു കുട്ടിയുണ്ടല്ലോ, അപ്പൊ ഇവനെ ഡേറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ ഇവൻ എന്നെ പറ്റി എന്ത് വിചാരിക്കും. ഇത് രണ്ടും ടെലിപ്പത്തിക്കലി കേട്ട് ആനിയാണെങ്കിൽ അവൾ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യണം. അയ്യോ അച്ഛ, ഞാൻ അമ്മനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്, എന്നാലും അമ്മയ്ക്ക് എന്ത് പറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് അവളവിടെ കരയാൻ തുടങ്ങിയാണ്. അവൾ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് കേട്ട് യൂറ് വയലറ്റിനോട് ചോദിക്കുകയാണ്, ഇവൾ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോഴെനിക്ക് വയലറ്റ് ആണെങ്കിൽ അവൾക്ക് ഒരു കള്ളം പറയുകയാണ്, ഇവളുടെ അമ്മ 2 വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അതിനുശേഷം യൂറ് അവളെ സിറ്റുവേഷൻ അവളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവൾ പറയുകയാണ്, സാറ്റർഡേ ഒരു പാർട്ടി ഉണ്ട്, ആ പാർട്ടിയിൽ എൻ്റെ ബ്രദറിന്റെ കുറച്ച് ഫ്രണ്ട്സ് കാണും. അപ്പോഴാണെങ്കിൽ ഞാൻ ബ്രദറിനോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ കമ്മിറ്റഡ് ആയെന്നാണ്. ഇൻ കേസ് അവിടെ ബ്രദറിന്റെ ഫ്രണ്ട്സ് വന്നിട്ട് ഞാൻ കമ്മിറ്റഡ് അല്ലാതെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഒരു വലിയൊരു പ്രശ്നത്തിലായിരിക്കും അവസാനിക്കാൻ പോകുന്നത്. ഇത് കേട്ട വയലറ്റ് പറയാണ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ എന്നെയും നീ ഒരു ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ആനിയന്റെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗിൽ ആനിയുടെ അമ്മയായിട്ട് ചെന്ന് അഭിനയിക്കേണ്ടി വരും, അന്നൊരു ദിവസത്തേക്ക് വേണ്ടി മാത്രം. അപ്പോഴാണെങ്കിൽ അവളും ആ ഒരു ഡീൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവളൊരു നല്ലൊരു സ്കൂളിൽ പഠിപ്പിക്കണമെന്നായിരുന്നു ഇവളുടെ അമ്മേൻ്റെ ആഗ്രഹം, അതെനിക്ക് നടത്തിയാലേ പറ്റുള്ളൂ. അപ്പോഴാണെങ്കിൽ ആനി അവളെ മനസ്സിൽ പറയാണ്, ഓ അച്ഛൻ നന്നായിട്ട് കള്ളം പറയുന്നുണ്ടല്ലോ, മരിച്ചുപോയ ഭാര്യന്റെ ആഗ്രഹം നടത്താൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് യൂറ് ഇംപ്രസ് ആവുകയാണ്. ഓക്കെ, സാറ്റർഡേ മീറ്റ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പിരിയുകയാണ്. അതിനുശേഷം ആനിയും വയലറ്റും ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അതിനുശേഷം പൈസ കൊടുത്തതിന് ശേഷം 10 രൂപ ചേഞ്ച് ഇങ്ങോട്ട് വാങ്ങിച്ചതിന് ശേഷം ആ ഒരു ഷോപ്പ് കീപ്പർ അവനോട് പറയാണ്, ഇതാണ് ബാലൻസ് മിസ്റ്റർ റെഡിറ്റ് എന്ന് പറയാണ്. എന്ത് റെഡിറ്റോ എന്ന് ആനി ആലോചിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് വയലറ്റ് വീട്ടിൽ വന്നതിന് ശേഷം ആ ഒരു 10 രൂപ ചേഞ്ച് പൊളിക്കുമ്പം അതിനകത്ത് ഒരു സീക്രട്ട് കോഡിൽ കാണുകയാണ്. അതിലെന്ത് കോഡാണെന്ന് വയലറ്റ് ഈ കോഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. സാറ്റർഡേ നൈറ്റ് ഒരു കൾട്ട് ഒരു ഗ്രൂപ്പിനെ പിടിക്കണം, അതുപോലെ തന്നെ അവരെ കയ്യിരിക്കുന്ന ട്രഷറും കയ്യിലെടുക്കണം. അതേ ദിവസം രാത്രിയാണ് യൂർ അവളുടെ ഡേറ്റിങ്ങിന് വേണ്ടി ഇവനെ വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് മിഷൻ പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ സ്പോട്ടിൽ നിൽക്കുകയാണ് അവനവരുടെ ഫ്രണ്ട്. പറ്റുന്ന അത്രയും വേഗത്തിൽ ഈ ജോലി ചെയ്തു തീർക്കാൻ നമുക്ക് കാര്യം പോയിട്ട് ചെറിയൊരു പണിയുണ്ട്. അപ്പോഴാണെങ്കിൽ അവന്റെ ഫ്രണ്ട് പറഞ്ഞത് ഓക്കെ സാറെന്ന്. അവിടുന്ന് കട്ടിയത് യൂർ വയലറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ സമയം നോക്കുമ്പോൾ വയലറ്റ് വരേണ്ട സമയം എത്തി, എന്താവും വരത്തെ പറഞ്ഞിട്ട് യൂർ അവിടെ നിൽക്കുകയാണ്. അവിടുന്ന് കട്ടിയത് വയലറ്റിന്റെ ഫ്രണ്ടിനെയും കാണിക്കണം. അപ്പോൾ വയലറ്റ് ആണെങ്കിൽ അവന്റെ ജോലി നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്, അവിടെ എല്ലാവരെയും കൊല്ലുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ട്രഷറും അവർ കൈക്കലാക്കുകയാണ്. അപ്പോഴാണെങ്കിൽ വയലറ്റ് ആ ട്രഷറിൽ നിന്ന് ഒരു ഡയമണ്ട് റിംഗ് എടുക്കുന്നുണ്ട്, അവളെ പ്രപ്പോസ് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വയലറ്റിനെ ഫ്രണ്ടിനെ ചേസ് ചെയ്തുകൊണ്ട് ആ കളത്തിലത്തെ ആൾക്കാർ പിറകിലേ ഉണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് യൂറിനെ കാണിക്കണം. അപ്പോൾ യൂറിന് സമയമായിട്ടുണ്ട്. പറഞ്ഞ സമയത്തിൽ വയലറ്റ് എത്താത്തതുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്ക് പാർട്ടിയിൽ പോവുകയാണ്. അപ്പോൾ അവളെ ഫ്രണ്ട്സൊക്കെ അവളോട് ചോദിക്കുകയാണ്, നിന്റെ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന്. അപ്പോഴാണെങ്കിൽ അവൾ പറയുകയാണ്, അത് പിന്നെ എൻ്റെ കൂടെ പാർട്ടിക്ക് വരാൻ വേണ്ടി ഇറങ്ങിയ ലാസ്റ്റ് സെക്കൻഡിൽ അവന് ജോലി വന്നു, അതുകൊണ്ട് അവൻ വന്നില്ല എന്ന് അവരോട് ഇവൾ കള്ളം പറയുകയാണ്. നിങ്ങൾ അവളെ നോക്ക്, നിനക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ അവൾക്ക് ബോയ് ഫ്രണ്ട് ഉള്ള പോലെ? അവൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, നമുക്ക് പോലീസിനെ വിളിച്ച് പറഞ്ഞു കൊടുത്താലോ, ഇനി ഇവള് സ്പൈ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളെ ഫ്രണ്ട്സ് ഒക്കെ അവളെ സ്പൈ ആണെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസ് ആവുകയാണ്. അപ്പൊ തന്നെ അവിടെ അവളുടെ അനിയന്റെ ഫ്രണ്ട് വരികയാണ്. വന്നിട്ട് അവളോട് പറയാണ്, ഞാൻ നിന്റെ അനിയന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്, അതിരിക്കട്ടെ നിന്റെ ബോയ് ഫ്രണ്ട് എവിടെ എന്ന് അവളുടെ അനിയന്റെ ഫ്രണ്ട് അവളോട് ചോദിക്കുകയാണ്. അത് പിന്നെ ചേട്ടാ, എന്റെ ബോയ് ഫ്രണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ലാസ്റ്റ് സെക്കൻഡിൽ അവനെ ജോലിക്ക് വിളിച്ചു, അതാണ് അവന് ഈ പാർട്ടിക്ക് വരാൻ പറ്റാത്തത്. പിന്നെ ചേട്ടാ, എന്റെ ബ്രദർ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവനോടൊന്ന് പറയാവോ, എന്റെ ബോയ് ഫ്രണ്ട് കൂടെ പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ അവളുടെ ഫ്രണ്ട് അവന്റെ പിറകെ കൂടെ വന്നതിന് ശേഷം പറയണം, എന്ത് എന്റെ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് കള്ളം പറയാൻ നോക്കുന്നു, നടക്കില്ല മോളെ. എന്റെ ബോയ് ഫ്രണ്ട് ആരോടും അങ്ങനെ കള്ളം പറയാറില്ല, കാരണം എന്റെ ബോയ് ഫ്രണ്ട് വളരെയധികം സിൻസിയർ ആണ്. പിന്നെ മോളെ, നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞ പോലെ എന്തിനാ മോളെ നിനക്ക് ഇത്ര ഷോ എന്നും പറഞ്ഞ യൂറിന് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഉപയോഗിച്ച് അവളെ നാണം കെടുത്തുകയാണ്. അവളാണെങ്കിൽ വേറെ വഴിയില്ല ആ സോഫയിൽ ഇരുന്നിട്ട് ചുറ്റുവട്ടത്തെല്ലാം നോക്കിയാണ്. അപ്പോഴാണെങ്കിൽ അവരവരുടെ ഫാമിലിയും പിള്ളേരായിട്ട് ഭയങ്കര ഹാപ്പിയിലിരിക്കണം എല്ലാവരും. അപ്പോഴാണെങ്കിൽ യൂറ് അവിടെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഇതുപോലത്തെ ഒരു ലൈഫാണ് ഞാൻ ആഗ്രഹിച്ചത്. പെട്ടെന്ന് തന്നെ അവിടെ വയലറ്റ് വരികയാണ്. വയലറ്റ് വലിച്ച് പറയാണ്, ഹേ ഞാനാണ് ഇവളുടെ ഹസ്ബൻഡ്, ഒരു ചെറിയൊരു തിരക്ക് കാരണം എനിക്ക് വരാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഇപ്പൊ വന്നു എന്ന് പറയാണ് അവൻ. ഹേയ്, ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് നീ എന്റെ ബോയ് ഫ്രണ്ട് എന്നാണ്. അയ്യോ മിഷൻ ഫെയിൽ ആയോ, അത് കുഴപ്പമില്ല. ഹേയ് സാർ, മുഖത്തിന് എന്ത് പറ്റി, മുഖത്തിൽ ബ്ലഡ് ഉണ്ടല്ലോ. അപ്പോഴെനിക്ക് വയലറ്റ് പറയാണ്, അത് ഞാൻ സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് ഒരു വളരെയധികം മോശമായിട്ടുള്ള ഒരു പേഷ്യന്റ് വന്നു, അഞ്ഞാണ് മുഖത്ത് ബ്ലഡ് ആയത്. അപ്പോഴെനിക്ക് നേരത്തെ യൂറിനെ പബ്ലിക്കലി ഇൻസൾട്ട് ചെയ്ത പെൺകുട്ടി അവിടെ നിന്ന് ശേഷം യൂറിനോട് ചോദിക്കുകയാണ്, ഹേ യൂർ, നിന്റെ കല്യാണം കഴിഞ്ഞു, എന്താണ് നീ എൻ്റെ അടുത്ത് പറയാത്ത? അപ്പോഴാണെങ്കിൽ വയലറ്റ് പറയാണ്, ആക്ച്വലി യൂർ എൻ്റെ സെക്കൻഡ് വൈഫാണ്, ഫസ്റ്റ് വൈഫ് മരിച്ചുപോയി, ഫസ്റ്റ് വൈഫിൽ എനിക്കൊരു കുട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ യൂർ അധികം അടുത്ത് പറഞ്ഞിട്ടില്ല അവളെ കല്യാണം കഴിഞ്ഞ കാര്യം. ഇത് കേട്ട് ദേഷ്യം പിടിച്ച ആ ഒരു പെൺകുട്ടി പിറകെ പോയതിനു ശേഷം ഒരു ചൂടുള്ള പാത്രം എടുത്തതിന് ശേഷം വയലറ്റിന്റെ മുഖത്ത് ഇടാൻ പോവുകയാണ്. എന്നിട്ട് അവൾ പറയാണ്, ഇത്ര ഹാൻസം ആയിട്ടുള്ള ഹസ്ബൻഡ് നിനക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാത്രം എടുത്ത് അവനെല്ലാവരും അറിയണം. പക്ഷേ യൂറാണെങ്കിൽ വളരെ കിടിലമായിട്ട് അവളുടെ കാല് കൊണ്ട് തന്നെ ആ പാത്രം നിർത്തുകയാണ്. പെട്ടെന്ന് തന്നെ അവളുടെ ബോയ്
ബോയ്ഫ്രണ്ട് വന്നതിന് ശേഷം അവളെ സമാധാനപ്പെടുത്തി അവിടെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ വയലറ്റും അവളോട് വളരെ ക്ലോസ് ആയിരിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. അതിരിക്കട്ടെ, ഇതിന്റെ സ്വഭാവം ജോലിയൊക്കെ ഇവൻ അറിയാവോടി. ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ റൂമിൽ പറ്റി മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കാറില്ലേ? അപ്പോഴാണെങ്കിൽ യൂർ അവളെ മനസ്സിലാലോചിക്കണം, പക്ഷെ അതിൽ എന്റെ അസാസിനേഷൻ കോഡാണ്. ഇത് കേട്ട് വയലറ്റ് അവൾക്ക് റിപ്ലൈ കൊടുക്കുകയാണ്. അത് കുഴപ്പമില്ല, മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ചെറുപ്പത്തിൽ ഇവളെ അച്ഛൻ ഒരു ഗൺഷോട്ട് കാരണം മരിച്ചുപോയി. എന്നിട്ട് ഇവളെ അച്ഛനും അമ്മയില്ലാതെ ഇവളെ അനാഥയായിട്ടാണ് ഇത്രയും വർഷം ഇപ്പൊ വരെ അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ കാര്യമല്ല. അവിടുന്ന് കട്ട് ചെയ്ത് അവർ രണ്ടുപേരും കാറിൽ അവരെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നേരത്തെ ആ കൾട്ടിലത്തെ കുറച്ച് ആൾക്കാർ ഹീറോയുടെ വണ്ടിക്ക് പിറകെ ഇടിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ വയലറ്റ് അവളോട് പറയാണ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു മെന്റലായിട്ടുള്ള പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ മെന്റലായിട്ടുള്ള പേഷ്യൻസ് ആണ് വണ്ടിയിൽ പിറകെ ഇടിക്കുന്നത്, അതുകൊണ്ട് വലിയ കാര്യമാക്കണമെന്ന് ഹീറോ അവളോട് പറയാണ്. അവളും അത് അപ്പൊ തന്നെ വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു കൾട്ടിലത്തെ ആൾക്കാർ ഹീറോയെ കണ്ടുപിടിച്ചത് വെച്ചാൽ ആ ഒരു കേസിൽ ഒരു ട്രാക്കർ ഉണ്ട്, അങ്ങനെയാണ് ഇവരെ കണ്ടുപിടിച്ചത്. അപ്പോൾ വയലറ്റ് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയാണ്. അപ്പോഴാണെങ്കിൽ ആ കൾട്ടിലത്തെ ആൾക്കാരാണെങ്കിൽ വയലറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ വയലറ്റ് ആണെങ്കിൽ ഒറ്റയടിക്ക് അവരെയൊക്കെ നോക്കൗട്ട് ചെയ്യണം. അപ്പോഴാണെങ്കിൽ അവൾ ചോദിക്കുകയാണ്, എന്തിനാണ് പേഷ്യൻസിനെ ഇടിക്കുന്നത്? അതൊന്നും വെറും പഞ്ചല്ല, അതൊക്കെ ഹീലിംഗ് പഞ്ചാണ്. അപ്പോഴാണെങ്കിൽ അതും അവൾ അപ്പം തന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ വയലറ്റ് അവനെ മനസ്സിൽ ആലോചിക്കണം, എന്താണ് ഇവള് പറയുന്ന എല്ലാ കാര്യം വിശ്വസിക്കുകയാണല്ലോ. അപ്പൊ തന്നെ പെട്ടെന്ന് ഒരാൾ അവളെ കത്തി ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. പെട്ടെന്ന് തന്നെ യൂർ അവിടെ ഇടപെടുകയാണ്. യൂറാണെങ്കിൽ ഒറ്റ കിക്ക്, ആ ഒരു കിക്ക് തന്നെ അയാൾ തെറിച്ചങ്ങ് പോവുകയാണ്. ഇത് കണ്ട് അവൻ വരെ ഞെട്ടി പോവുകയാണ്. അപ്പോഴാണെങ്കിൽ യൂർ അവനോട് പറയുകയാണ്, എന്റെ ബ്രദർ എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് സെൽഫ് ഡിഫൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കിക്ക് ചെയ്യാനൊക്കെ അറിയാന്നുള്ള എന്ന് അവൾ അവനോട് കള്ളം പറയുകയാണ്. ഓക്കെ എന്ന് ഹീറോ പറഞ്ഞ ശേഷം അവർ രണ്ടും ചേർന്നിട്ട് അവിടെ ആ കൾട്ടിലിരിക്കുന്ന എല്ലാവരെയും അടിച്ചിടുകയാണ്. പെട്ടെന്ന് ആ കൾട്ടിലത്തെ ഒരാൾ ഗണ്ണെടുത്തതിന് ശേഷം ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. ഇവരാണെങ്കിൽ ആ ഷൂട്ടൊന്ന് കൊള്ളാതിരിക്കാൻ വേണ്ടി സ്പീഡിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ പെട്ടെന്ന് തന്നെ അവനോടൊരു കാര്യം പറയാം, അത് പിന്നെ എനിക്ക് ആനിയന്റെ ആ ഒരു സ്കൂളിലത്തെ ആ ഒരു പ്രശ്നത്തിന് ശേഷം എനിക്ക് താങ്കളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ വളരെയധികം ഇഷ്ടമാണ് എന്ന് അവൾ അവനോട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു അസാസിനാണെന്ന് ആരും അറിയാതിരിക്കുള്ളൂ എന്ന് അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്. ഇക്കാര്യം തന്നെയാണ് വയലറ്റ് അവളോടും പറയുന്നത്. അങ്ങനെ വയലറ്റ് അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ആ ഒരു റിംഗ് നോക്കുമ്പോഴാണ് പോക്കറ്റിൽ നിന്നും ആ റിംഗ് കാണാനില്ല. തിരിച്ച് അവരുണ്ടായിരുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ റിംഗ് കാണാനില്ല. ആ കളിലത്തെ ആൾക്കാർ ഇവർ രണ്ടുപേരെ ടാർഗറ്റ് ചെയ്ത് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഹീറോ ഒരു ഗ്രേനേഡ് എടുത്തതിന് ശേഷം അതിലത്തെ റിംഗ് എടുത്തിട്ട് ആ ഒരു ഗ്രേനേഡ് ആ ഒരു കളിലത്തെ ആൾക്കാർ മുമ്പിൽ എറിയുകയാണ്. ആ ഒരു ഗ്രേനേഡ് എടുത്ത റിംഗ് അവളുടെ കയ്യിൽ അവൻ ഇട്ടതിന് ശേഷം അവൻ പറയാണ്, എന്തൊക്കെ നടന്നാലും ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും നീ എന്റെ ഭാര്യയായിരിക്കും. അവൾ അവനോട് പറയാണ്. അപ്പോഴെങ്കിൽ അവന്റെ മനസ്സിൽ പറയാണ് എന്റെ മിഷൻ കഴിയുന്നവരെ. അവളുടെ മനസ്സിൽ പറയാണ് എന്റെ അസാസിനേഷൻ കഴിയുന്നതുവരെ. അവിടെ വെച്ച് സ്പൈ എക്സ് ഫാമിലി സീസൺ 1 എപ്പിസോഡ് 2 എൻഡ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള സ്പൈ എക്സ് ഫാമിലിന്റെ മലയാളം എക്സ്പ്ലെയിൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്പൈ എക്സ് ഫാമിലി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരേ ഒരു ചാനൽ അത് ഈ ചാനലാണ്, എന്നിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വീഡിയോ ഇട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നാളെ എപ്പിസോഡ് 3 കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലക്സ് പ്ലെയർ സൈനിങ് ഔട്ട്.